റൈറ്റിംഗ് സെഷൻ വെച്ചാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് റൈറ്റിങ്ങിന് 2 ടീ ഉണ്ടോ എന്ന് പോലും സംശയം വരുന്നു. ഇതൊക്കെ എക്സാമിന് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ചില സ്പെല്ലിംഗ് എന്താലോചിച്ചാലും കിട്ടില്ല. ഇത്രയും കാലം ഇന്ന് ഉപയോഗിക്കുന്ന സാധനമായിരിക്കും. സോ റൈറ്റിംഗ് സെക്ഷൻ ഞാൻ ഏകദേശമൊക്കെ റൈറ്റിംഗ് സെഷൻ എന്നാണ് എഴുതിയത്. റൈറ്റിംഗ് സെക്ഷൻ ഞാൻ ഏകദേശമൊക്കെ നോക്കിയിട്ടുണ്ട്, അതിൻ്റെ ഫോർമാറ്റ്സും ഇതൊക്കെ. ബട്ട് ഇൻ റിയാലിറ്റി അത് സാമ്പിൾ പേപ്പർ ചെയ്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. 1-2 എന്തായാലും മിനിമം ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതിൻ്റെ മുന്നേ ഇപ്പം എനിക്ക് തോന്നുന്നത് ലിറ്ററേച്ചർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്ററായിട്ട് ചെയ്യാൻ കഴിയുന്നത്. കാരണം അപ്പോൾ നമ്മൾ സാമ്പിൾ പേപ്പർ ചെയ്യുമ്പോൾ ലിറ്ററേച്ചർ എല്ലാം ഇപ്പോൾ തന്നെ നോക്കിയ പോലെ ഉണ്ടാവുമല്ലോ. സോ അതിലോട്ട് പോവാണ്. ബാക്കി ഫ്ലെമിംഗോ 4 ചാപ്റ്ററും സപ്ലിമെൻ്ററി പോയംസും വേഗം തീർക്കാൻ നോക്കുകയാണ്. സോ ഓക്കെ ഗൈസ്, നമ്മൾ ഇന്ന് ഫ്ലമിംഗോ പറയുന്ന പുസ്തകത്തിൻ്റെ എല്ലാ പ്രോസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്നാമത്തെ പോയം മൈ മദർ 66 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഓഫ് ബ്യൂട്ടി കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കീപ്പിംഗ് ക്വയറ്റ് വാറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള യുദ്ധങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു പോയം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൈ മദർ 66 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പോയാണ്. ഭയങ്കര ഇമോഷണലാണ്, നമ്മൾ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യാൻ കഴിയും. ആ ഒരു ടൈപ്പ് പോയമായതാണ് എനിക്കിഷ്ടമാണ്. പിന്നെ കീപ്പിംഗ് ക്വയറ്റ് വാറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അതാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. പ്രോസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും മറക്കില്ല എന്നാണ്, മറക്കാതെ സൂക്ഷിച്ചാൽ മതി. കുറച്ചൊക്കെ നോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അതിൽ മറക്കാനുള്ള ചില പേരുകൾ, ചില ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇതൊക്കെ ഇംഗ്ലീഷിൽ മറക്കുന്ന ടൈപ്പ് സംഭവമുള്ളൂ. ബാക്കിയൊക്കെ പ്യുവർ ഇംഗ്ലീഷ് സ്കില്ലാനായിട്ടാണ് എനിക്ക് തോന്നാറ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഏകദേശമൊക്കെ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ ദിവസം 4 പാഠം പ്രോസ്, രണ്ടാമത്തെ ദിവസം വീണ്ടും 4 പാഠം പ്രോസ് ആയിരുന്നു. പ്ലസ് ഞാനിപ്പോൾ ഒരു പോയം കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്ക് മിസ്സായത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2 ദിവസത്തെ. സോ എന്തായാലും കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യണം. ബട്ട് ഇംഗ്ലീഷിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സയൻസ് സബ്ജക്ട്സ് പോലെ അല്ല. അത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. കുറേ വായിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ബോറടിക്കുന്ന പോലെ തോന്നാറുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ജനറലി എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് നമ്മളിങ്ങനെ 1 ഷോട്ട് വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് മെൻ്റൽ എഫേർട്ട് എടുക്കുന്ന ടൈപ്പ് സാധനം അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ചെറിയ ബോറിംഗ് എഫക്റ്റ് വരാറ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവർക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സോ ഡെഫിനറ്റ്ലി നോ ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് ഒരുപാട് 1 ഷോട്ട്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് പോലെ തോന്നും ചിലപ്പോൾ ഇംഗ്ലീഷ് അൺഷോട്ട് മാത്രം കാണുമ്പോൾ. 1 ഷോട്ട് എന്ന് പറയുന്നത് ഞാൻ NCERT വായിക്കുന്ന അതിൻ്റെ അർത്ഥം പറയുന്ന 1 ഷോട്ടാണ്. മറ്റ് സമ്മറി ടൈപ്പ് ഞാൻ കാണാറില്ല. കാരണം അതിൽ ഒരുപാട് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ NCERT വായിക്കുമ്പോൾ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എഴുത്തൊന്നും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. സോ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റഡി വിത്ത് വീഡിയോ ടൈപ്പ് വീഡിയോസാണ് ഇടുന്നത്. അത് സത്യമാണ്. ബട്ട് എന്ന് ഞാൻ സെയിം സംഭവമാണ് ചെയ്യുന്നത് എനിക്ക് ചെറുതായിട്ട് സംശയം തോന്നുന്നുണ്ട്. ഓഫ് കോഴ്സ് എന്ന് ചെയ്യുന്ന സംഭവങ്ങൾ വ്യത്യസ്തപ്പെടുന്നുണ്ട്. സോ പലരും പല വീഡിയോ ഐഡിയാസൊക്കെ തന്നിരുന്നു ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നത് എന്തെങ്കിലും എല്ലാവരോടും പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂൾ കുട്ടികളൊക്കെ ഉള്ള ബസ് സ്റ്റാൻഡിൽ പോയിട്ട് എന്താണ് +2 കഴിഞ്ഞിട്ട് പ്ലാന് എല്ലാവരുടെ റിപ്ലൈ എനിക്ക് നീറ്റ് ചെയ്യുക അങ്ങനത്തെ സംഭവമായിരിക്കും. സോ വേറെ എന്തെങ്കിലും യൂണീക്കായിട്ടുള്ള റിപ്ലൈസ് വരുന്നതുകൊണ്ട് നോക്കുക, അങ്ങനെ എന്തെങ്കിലും നോക്കുക. അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്മേറ്റ്സിനോട് എക്സാമിൻ്റെ ഡേ ആണല്ലോ, എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, ഫസ്റ്റ് എക്സാമിന് അങ്ങനെ എന്തെങ്കിലും ചോദിക്കുക. പിന്നെ അവസാനത്തെ എക്സാമിന് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുക. അങ്ങനെ കുറച്ചുകൂടി വെറൈറ്റി വീഡിയോസിലോട്ട് പോകാൻ എനിക്ക് താല്പര്യമുണ്ട്. സ്റ്റഡി വിത്ത് മീ അടിപൊളിയാണ്. ബട്ട് എന്നും ചെയ്താൽ റിപ്പീറ്റേറ്റീവ് ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. സോ അതെന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. നമ്മുടെ ചാനലാണെന്ന് നിങ്ങൾ പറയുന്ന പോലെയാണ് വീഡിയോസ് ഇടുക. ഓഫ് കോഴ്സ് ഓക്കെ. സോ അത് വേറെ കാര്യം. പിന്നെന്തോ പറയാമെന്നു. ഓക്കെ, ഞാനൊരു കമൻറ്റ് കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു അവർ കമൻറ്റ്സ്. എനിക്ക് ആക്ച്വലി ഇതുപോലെ കമൻറ്റ്സ് നോക്കണത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ ചെറിയ ചാനലാണ്, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ചിലപ്പോൾ ഈ കമൻറ്റ് ചെയ്ത ആളുകൾ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ എത്ര തന്നെ ചെറിയ ചാനലാണെങ്കിലും എന്താണെങ്കിലും നമ്മളുടെ ഒരു പേര് ഒരു വീഡിയോയിലൊക്കെ കാണുമ്പോൾ മറ്റു ആളുകളും കാണുന്ന വീഡിയോ കാണുമ്പോൾ നമുക്ക്
ഒരു ആക്ച്വൽ കണക്ഷൻ ഫീൽ ചെയ്യാൻ കഴിയും. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ആകുമ്പോൾ ഒരാൾ ക്യാമറക്ക് മുന്നിൽ സംസാരിക്കുക, മറ്റാൾക്കാർ ഫോണിൻ്റെ മുന്നിൽ കാണുക എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ എനിക്കതിലേറെ കൂടുതൽ കുറച്ച് ആൾക്കാരാണെങ്കിലും എന്താണെങ്കിലും ചെറിയൊരു ഫോൺ ഓഫ് കണക്ഷനെങ്കിലും വേണം. അപ്പോൾ അതിലൊരു രസമുണ്ട് അല്ലേ. അപ്പോൾ മിസ് ചൈത്ര ഒരുപാട് വീഡിയോസിൽ കമൻറ്റ് ചെയ്യാറുണ്ട്, എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. ഐ പ്രേ ഫോർ യു ആസ് വെൽ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എക്സാംസ് ഈസി ആവട്ടെ, നല്ല സ്കോർ ചെയ്യാൻ കഴിയട്ടെ. പിന്നെ നിങ്ങൾക്ക് കാണായും ഇവിടെ മിസ്റ്റർ മിലാൻ ക്ലാസ് 11 എക്സാം സ്റ്റഡി പാർട്ട്ണർ പ്രസൻറ്റ് സാർ. അപ്പോൾ ദാറ്റ്സ് കൈൻഡ് ലവ്ലി. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ കുറച്ച് ഹാരി പോട്ടർ വീഡിയോസ് ഇട്ടിരുന്നു, അത് ഇനിയും ഇടുക എന്നുള്ളതായിരിക്കും. ഡെഫിനറ്റ്ലി എനിക്ക് റീഡിങ് ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റീഡിങ്ങിനെ പറ്റിയിട്ടാണ് എന്തായാലും എക്സാമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ. വേറെ എന്തെങ്കിലും ഓക്കെ, ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നോക്കിയ കമൻസാണ്. സോ ഈ ഒരു കമൻറ്റിൻ്റെ താഴെയായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്യുക, വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ഗുഡ് മാർക്സ്. ഓക്കെ നൈസ്, വിഷ് യു ഗുഡ് ലക്ക് ടു. അതല്ല നമ്മുടെ മിസ്റ്റർ ഇമാനുവൽ പറയുന്നതാണ് ബ്രോ സ്റ്റഡിയിങ് ലൈവ് പോകുന്നു, സ്റ്റഡിയിങ് ലൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇതിനെ പറ്റി അത്ര അറിയില്ല, ഞാൻ ഇതുവരെ ലൈവ് ചെയ്തിട്ടില്ല. ലൈവ് ചെയ്താൽ അത്ര ഭംഗി ഉണ്ടാവുമെന്നാണെന്ന് എനിക്കറിയില്ല. കാരണം ഓക്കെ ഞാൻ പറയാം, ഈ ജസ്റ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പ്ലീസ് ഇൻഫോം ദ ടൈം ലിറ്റിൽ ബിറ്റ് ഏർലിയർ ടു ലൈവ് സ്ട്രീം. യു നീഡ് അറ്റ്ലീസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും വേണം. ഐ വിൽ കൺസിഡർ ഡൂയിങ് ആൻസർ ലോട്ട് ആഫ്റ്റർ സജഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ലൈവ് സ്ട്രീമിങ് ചെയ്യുന്ന കാര്യം. നമ്മളത് 1000 സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ എത്തിയിട്ടില്ല. അത് എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ 1-2 ദിവസമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാരണം ഇത് ആലോചിക്കുമ്പോൾ ഭയങ്കര വീടല്ലേ, ഞാനിവിടെ ഇങ്ങനെ ഓണാക്കിയിടുക, ഞാൻ അകത്ത് പഠിക്കുക. ഒപ്പം പഠിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഐ മീൻ ഒരാൾ പഠിക്കുന്ന കാണുമ്പോൾ നമുക്ക് പഠിക്കാവുന്നവർ തോന്നും, അത് സത്യമാണ്. സോ അങ്ങനെ ചെയ്താൽ രസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടുത്തെ ഇങ്ങനെ എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മ്യൂസിക്കൊക്കെ ഇടണം, ലോഫൈ മ്യൂസിക് സൈഡിലിടുക, എന്നിട്ട് ഞാൻ ഇങ്ങനെ പഠിക്കുന്ന പോലെ ഇവിടെ എന്തെങ്കിലും ക്യാമറയൊക്കെ വെച്ചിട്ട് ചെയ്യുക, അതൊക്കെ രസം ഉണ്ടാവും. അത് ചെയ്യണമെങ്കിൽ എല്ലാ ടെക്നിക്കാലിറ്റീസ് ഞാൻ തീരെ ഫെമിലിയർ അല്ല, ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയില്ല. പ്രത്യേകിച്ച് ഞാൻ ഈ ചെയ്യുന്ന വ്ളോഗിങ് ഇതെല്ലാം എൻ്റെ സ്റ്റഡീസിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ്. എന്ന് വെച്ചാൽ 1 ഹവറിനകത്ത് ചെയ്യുന്ന രീതിയിലാണ്. ഐ മീൻ ആ ഒരു 1 ഹവർ ഐ തിങ്ക് വെർത്തിട്ടാണ്. കാരണം നമ്മൾ ആലോചിക്കുക ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് വേറെ ഒന്നും പാടില്ല. ബട്ട് എനിക്ക് ചെറിയൊരു ഡിസ്ട്രാക്ഷൻ കുറഞ്ഞ ടൈമിൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുള്ളൂ. സോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ലെവലിലോട്ട് പോകാൻ പറ്റില്ല. ബട്ട് ലൈവ് സ്റ്റഡിങ് ഈസ് നോട്ട് അത്രക്ക് പ്രശ്നമുള്ളതൊന്നുമല്ല. കാരണം അങ്ങനെ ആകുമ്പോൾ അന്നത്തെ ദിവസത്തെ എഡിറ്റിങ് ആപക സംഭവങ്ങൾ പോയി കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് അതിനെ പറ്റി ഫീൽ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി കമൻറ്റ് ഔട്ട്. ഐ മീൻ ലൈവ് സ്റ്റഡിങ്ങിനെ പറ്റിയിട്ട്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി ഐഡിയാസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂണീക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്തായാലും പറയാം. നമ്മുടെ ചാനലാണ്, നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ടുഗദർ പിന്നെ ജേണിയാണ് സത്യം പറഞ്ഞാൽ. അത്രയും ഞാൻ കാണുന്ന ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ചാനലാക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അത്രയും ഉണ്ടായിരുന്ന ഈ വീഡിയോയിൽ. വേറെ എന്തെങ്കിലും എനിക്ക് പറയാം, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ് ഗൈസ്. ബൈ ദ വേ എല്ലാ കമൻസും നമുക്കിങ്ങനെ വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞാൽ നല്ല രസം ഉണ്ടാവും തോന്നുന്നുണ്ട്. അതായത് ഇതിപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഔട്ട്രോ കഴിഞ്ഞിട്ട് വീണ്ടും സംസാരിക്കുന്നത് ഓക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുപോലെ ഇങ്ങനെ കമൻസ് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി കണക്ഷൻ ഫീൽ ചെയ്യും. സോ നമുക്ക് ഇനിയുള്ള എല്ലാ വീഡിയോസിലും ഇതുപോലെ പ്രീവിയസ് കമൻസ് വായിക്കാം, നല്ല രസം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീണ്ടും അത്രയോടെ ഈ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ കീപ് എന്താ ടിൽ ദെൻ ടേക്ക് കെയർ. ഞാൻ പോവാട്ടോ. ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ് ഗൈസ്.